നമസ്കാരം. മോദിയെയും രാഹുലിനെയും തുല്യശക്തികളാക്കാൻ നോക്കുന്ന ഒരു ത്രിമൂർത്തി സംഘമുണ്ട് കേട്ടോ. മോദി വിരുദ്ധ ത്രിമൂർത്തികൾ. എൻ റാം, മദൻ ലോക്കൂർ, എ പി ഷാ. ഇവരുടെ പണി പാളുകയാണ്. കാരണം പ്രധാനമന്ത്രി മോദിയെയും രാഹുലിനെയും തുല്യശക്തിയായി അവതരിപ്പിക്കുന്നത്, എന്നിട്ട് രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കുവാനുള്ള ഒരു ശ്രമം, അത്തരത്തിലുള്ള ഗൂഢപദ്ധതി തയ്യാറാക്കുകയാണ് ഈ എൻ റാമും മദൻ ലോക്കൂറും എ പി ഷാ എന്നുള്ള ത്രിമൂർത്തികൾ. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഇന്ത്യ മുന്നണിയുടെ നേതാവാക്കി രാഹുലിനെ ഉയർത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ ഉയർത്തലായിരുന്നു എന്നുള്ളതാണ്. സുപ്രീം കോടതി മുൻ ജസ്റ്റിസായിട്ടുള്ള മദൻ ലോക്കൂർ, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എ പി ഷാ, ഹിന്ദുവിൻ്റെ മാധ്യമപ്രവർത്തന എൻ റാം എന്നിവരാണ് ഇതിനായിട്ട് കണ്ടെത്തിയ മാർഗം പ്രധാനമന്ത്രി മോദിയെയും രാഹുൽ ഗാന്ധിയെയും സംവാദത്തിന് ക്ഷണിക്കുക എന്നതായിരുന്നു. അറിയാമല്ലോ, രണ്ടുപേർക്കും വ്യക്തിപരമായിട്ട് ഇവർ കത്തയക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഉടനെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. കാരണം രാഹുൽ ഗാന്ധി സംവാദത്തിന് തയ്യാറായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെ ഒരു വേദി ഒരുങ്ങിക്കിട്ടിയാൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ പദവി ഇപ്പോഴത്തേതിനേക്കാൾ എത്രയോ ഉയർന്നതാകുമെന്ന് ഇവർക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ ഒരു കെണിയായിരുന്നു അത്. ഈ അപകടം മണർത്തറിഞ്ഞ യുവമോർച്ച ദേശീയ അധ്യക്ഷനായിട്ടുള്ള തേജസ്വി സൂര്യ രാഹുൽ ഗാന്ധിയുമായി സംവാദത്തിന് റായ്ബറേലിയിലെ നേതാവിനെ രാഹുൽ ഗാന്ധിയുമായി സംവാദത്തിന് അയക്കാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അഭിനവ് പ്രകാശ് എന്ന പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള BJYM വൈസ് പ്രസിഡന്റ് രാഹുലുമായി ഫലപ്രദമായി സംവാദം നടത്താനാവുമെന്ന് തേജസ്വി സൂര്യ പറഞ്ഞതോടുകൂടി ഈ രാഹുലും കോൺഗ്രസും ഈ സംവാദ പരിപാടി എന്ന് പറയുന്നത് ഉപേക്ഷിച്ചു. ഇതോടെ റാം, ലോക്കൂർ, ഷാ ത്രിമൂർത്തികളുടെ പദ്ധതി പൊളിഞ്ഞു. രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് BJPയുടെ നേതാവ് സ്മൃതി ഇറാനി കൂടി രംഗത്തെത്തിയതോടുകൂടി ഈ സംവാദ സാധ്യത പൊളിയുകയും ചെയ്തു. ഇവിടെ ആരെയാണ് തൂക്കി നോക്കുന്നത്? മോദിയെ, രാഹുൽ ഗാന്ധിയോടൊപ്പം. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് മദൻ ലോക്കൂർ, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എ പി ഷാ, ഹിന്ദുവിൻ്റെ മാധ്യമപ്രവർത്തകൻ എൻ റാം എന്നീ മൂവരും കടുത്ത മോദി വിരുദ്ധരും നിരന്തരം മോദിക്കും മോദി സർക്കാരിനുമെതിരെ പ്രചാരവേല നടത്തുന്നവരുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യോഗി സർക്കാരിൻ്റെയും ശിവരാജ് ചൗഹാൻ സർക്കാരിൻ്റെയും ബുൾഡോസർ ഉപയോഗിച്ച് നീതി നൽകുന്ന രീതിയെ വിമർശിച്ച് മോദി സർക്കാരിനെതിരെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വ്യക്തിയാണ് മദൻ ലോക്കൂർ എന്ന മുൻ സുപ്രീം കോടതി ജഡ്ജി. ഇനി എൻ റാം ആകട്ടെ നിരന്തരം മോദി സർക്കാരിനെതിരെ വാർത്തകളും ലേഖനങ്ങളും ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന ആളാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഭരണത്തിലിരിക്കുന്ന സർക്കാരുകൾക്കെതിരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ആ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിൽ പേരുകേട്ട വ്യക്തിയാണ് എൻ റാം എന്ന് പറയപ്പെടുന്നത്. പണ്ട് ഈ രാജീവ് ഗാന്ധി സർക്കാരിനെ ബൊഫോഴ്സ് കേസ്, അഴിമതി കേസ് കൊണ്ടുവന്ന് താഴെ വീഴ്ത്തിയ ആളുകൂടിയാണ് ഈ റാം എന്ന് പറയുന്നത്. എന്നാൽ മോദി സർക്കാരിനെതിരെ ഈ വേല നടന്നില്ല. അതിനുശേഷം റാമിന് മോദിയുള്ള വെറുപ്പ് എന്ന് പറയുന്നത് ഇരട്ടിയായി. 2019 ഫ്രാൻസിൽ നിന്നും റഫാൽ വിമാനങ്ങൾ വാങ്ങിയതിൽ അഴിമതി നടന്നതായിട്ട് റാം അന്വേഷണാത്മക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചുവെങ്കിലും ജനം ഇതിന് പുല്ലുവിലയാണ് കൽപ്പിച്ചത് എന്നുള്ളതാണ്. അതുപോലെ പ്രതിപക്ഷ നേതാക്കളുടെ ഫോൺ മോദി സർക്കാർ ഇസ്രായേലിൽ നിന്നുള്ള ചില ആപ്പുകൾ ഉപയോഗിച്ച് ചോർത്തുന്നു എന്നുള്ള റാമിൻ്റെ കള്ളക്കഥയും ജനം അതോടുകൂടി തള്ളിക്കളയുകയാണ് ചെയ്യപ്പെട്ടത്. സുപ്രീം കോടതിയിൽ മോദി സർക്കാരിന് അനുകൂലമായും കപിൽ സിബൽ, അഭിഷേക് മനു സിംഗ്വി, പ്രശാന്ത് ഭൂഷൺ എന്നീ മോദി വിരുദ്ധ അഭിഭാഷകർക്ക് എതിരായും വിധികൾ വരുന്നതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ജസ്റ്റിസാണ് എ പി ഷാ. ഇത്തരം വിധികൾ സുപ്രീം കോടതി വിധിച്ചാൽ ഉടനെ ജനങ്ങളുടെ അവകാശം ഹനിക്കപ്പെടുന്നു എന്ന് വിലപിക്കുന്ന വ്യക്തി കൂടിയാണ് എ പി ഷാ എന്ന് പറയപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ത്രിമൂർത്തികളുടെ ചതിക്കുഴിക്കെതിരെ മൗനം പാലിച്ച് തലയുയർത്തി നിന്നു. എന്നാൽ അതേസമയം ഈ രാഹുലിനെതിരെ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അതിൽ രാഹുലിനെ പരിഹസിച്ച് മുൻ കോൺഗ്രസ് നേതാവായിട്ടുള്ള ആചാര്യ പ്രമോദ് കൃഷ്ണൻ അടക്കം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന് അന്ത്യം കുറിക്കുക എന്നത് രാഹുലിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നും ആ മഹാപുരുഷൻ അത് ഭംഗിയായി അത് നിറവേറ്റുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് ഏറ്റവും കുറഞ്ഞ സീറ്റുകൾ നേടുമെന്നും ആചാര്യ പ്രമോദ് കൃഷ്ണൻ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണ്. രാഹുൽ ഒരു മഹാപുരുഷനാണെന്നത് സംശയമില്ല. കാരണം കോൺഗ്രസിൻ്റെ അന്ത്യം മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായിരുന്നു. പക്ഷേ BJPക്ക് പോലും ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് രാഹുൽ ഗാന്ധി എത്ര ഭംഗിയായി അത് നിറവേറ്റുന്നു എന്നുള്ളതാണ്. രാഹുൽ തൻ്റെ ജന്മദൗത്യമാണ് നിർവഹിക്കുന്നത് എന്നും രാജ്യത്തെ മുഴുവൻ പാർട്ടി പ്രവർത്തകർക്കും ഇതിനെക്കുറിച്ച് ബോധ്യമുണ്ട് എന്നും ജൂൺ 4-ന് എല്ലാവർക്കും ഇത് വളരെയധികം വ്യക്തമാകുമെന്നും പറയുകയാണ് ആ കോൺഗ്രസ്സുകാരൻ. വയനാട് MP ആയ രാഹുൽ ഇത്തവണ വയനാടിന് പുറമെ UPയിലെ റായ്ബറേലിയിലും ജനവിധി തേടുന്നുണ്ട്. നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യ സീറ്റായിരുന്ന റായ്ബറേലിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ സോണിയാഗാന്ധിയായിരുന്നു മത്സരിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണ രാഹുൽ അമേഠിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് കനത്ത പരാജയം ഏറ്റുവാങ്ങി. ഇതോടുകൂടിയാണ് റായ്ബറേലിയിലേക്ക് രാഹുൽ ചുവടുമാറ്റിയിരിക്കുന്നത്.
2 സീറ്റുകളിലെയും വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ജൂൺ 4-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. ജൂൺ 4-ന്റെ വോട്ടെണ്ണൽ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന മഹാപുരുഷൻ എവിടെയൊക്കെ പരാജയപ്പെടുമെന്ന് കണ്ടറിയാം. കാരണം റായ്ബറേലി കൂടി, അതായത് ഈ നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ സ്വത്ത് എന്ന് അവകാശപ്പെടുന്ന റായ്ബറേലി കൂടി, മുമ്പ് അമേഠി കൂടി ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. ഇനി റായ്ബറേലി കൂടിയാണുള്ളത്, അതുകൂടി നഷ്ടപ്പെടുത്തും. വയനാടും ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. ഇനി എവിടെയൊക്കെയാണ് പരാജയം ഈ മഹാനുഭാവൻ ഏറ്റുവാങ്ങാൻ പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും കോൺഗ്രസിനെ തുലയ്ക്കാൻ, ഇല്ലാതാക്കുവാൻ ഇങ്ങനെ ഒരു വ്യക്തി ജന്മമെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നതിലും വിമർശിക്കുന്നതിലും കാര്യമില്ല എന്ന് പറയാതിരിക്കുക. കാരണം കോൺഗ്രസിനെ തുലയ്ക്കാനുണ്ടായ തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു പാർട്ടിയെ തന്നെ തുലയ്ക്കുന്ന നേതാവിനെ ഒരിക്കലും നരേന്ദ്രമോദിയെ പോലൊരു പ്രധാനമന്ത്രിയോട് ഉപമിക്കാതിരിക്കുക.